നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ കോൺടാക്റ്റുകൾ സേവ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മുടെ പാസ്വേഡുകൾ സേവ് ആയി കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസുകൾ, നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന കാർഡ് ഡീറ്റെയിൽസുകളൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഗൂഗിൾ തന്നെ സേവ് ചെയ്യുന്നുണ്ട്. പല ആളുകളും അത് സേവ് ചെയ്യുന്നതിന് വേണ്ടി എനേബിൾ ചെയ്ത് വെക്കാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട പറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിൽ ഇത്തരത്തിൽ നമ്മൾ പാസ്വേഡുകളും നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസുകളൊക്കെ സേവ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്ക് ആവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റകൾ ചോർന്നു പോകും. അപ്പോൾ അത് സേവ് ചെയ്യുന്നതിന് വേണ്ടി, അത് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിനകത്തൊരു സെറ്റിങ്സ് ഉണ്ട്. ഏതാണ് നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുവേണ്ടി ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് സെറ്റിങ്സിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഈ ഗൂഗിൾ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇപ്പോൾ ചില ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകളിലൊക്കെ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ വലത് ഭാഗത്തുള്ള ഓൾ സർവീസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഈ ഓൾ സർവീസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നേരെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഓട്ടോ ഫില്ല് വിത്ത് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഓപ്ഷൻ യൂസ് ഓട്ടോ ഫിൽ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ. ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക. നിങ്ങളുടെ പാസ്വേഡ്, നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ, നിങ്ങളുടെ ജിമെയിൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ, ഗൂഗിൾ പേ പേയ്മെൻറ്റ് മെത്തേഡ്സ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടി, ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ഭാഗം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഓഫ് ചെയ്ത് കൊടുത്താൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലാകില്ല. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഫില്ലാകുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ സേഫ് ആക്കാൻ സാധിക്കും. കാരണം ഓട്ടോ ഫില്ലിങ്ങിലൂടെ നമ്മളറിയാതെ ആരെങ്കിലും ജസ്റ്റ് നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് പാസ്വേഡും യൂസർ നെയിമും നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്യപ്പെടുകയും അത് ഫില്ല് ചെയ്യപ്പെടുകയും നിങ്ങളുടെ പേയ്മെൻറ്റോ നിങ്ങളുടെ മൊബൈൽ ഹാക്കിങ്ങോ ഒക്കെ നടക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എനേബിൾ ചെയ്യുക. ആവശ്യമില്ലാത്ത സ്ഥിരമായി ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഇത് എനേബിൾ ചെയ്ത് വെക്കുക. ഇല്ല, എപ്പോഴെങ്കിലും ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളിത് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗ്ഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.